ഇതിൻ്റെ ഈ പരിശുദ്ധമായ പാത്രങ്ങളായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗപരിണമനായ സഹായനായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദിവസത്തിലായിരിക്കാൻ സ്വർഗത്തിലെ അത്ഭുതങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ചിന്തിക്കാൻ പോകുന്ന അവൻ്റെ പേര് നമ്മളോട് അറിയും. നമ്മൾ മറന്നുപോയി ഇവിടെ കൊച്ചുമാരുടെ സംഭാഷണം. ഓക്കെ, കണ്ടതിൽ ഒത്തിരി സന്തോഷം. കർത്താവിനെ നിങ്ങളെ എവിടെയോ കണ്ടു. നിങ്ങൾ യേശുവിനെ കൊണ്ടിട്ടുണ്ടോ? എവിടെയും നിങ്ങളെ കണ്ടെന്നില്ല. ഞാൻ ജീവോടെ വന്നാണെന്ന് വിചാരിച്ചത്. എനിക്ക് കർത്താവിനെങ്കിലേക്കട്ടെ. കോർപ്പസിയോ നമ്മൾ ഇന്ന് മുതൽ ചിന്തിക്കുവാൻ പോകുന്ന വേദഭാഗം എന്താണ്? നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് അവരുടെ പറഞ്ഞു പിരിപ്രഭാഷണം എന്ന വിഷയത്തെ പറ്റിയാണ് ഒരു പുതിയ ചാപ്റ്റർ പ്രാർത്ഥിച്ചാരംഭിക്കുന്ന ഏകദേശം 1-2 വർഷം എടുക്കുന്ന വലിയൊരു ചിന്തയാണ് ചിന്തിച്ച് ഇന്ന് മുതൽ തുടങ്ങുവാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ നമ്മൾ ഈ തിരുവചനം ചിന്തിച്ചിരിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ആരംഭത്തിൽ പറഞ്ഞിരുന്നു, നമ്മൾ പഠിക്കുക എന്നുള്ളതല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ളതാണ്. നമ്മൾ പ്രാവർത്തികമാക്കുവാൻ നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ പഠിക്കുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. അത് ഓരോ വചനവും നമ്മൾ കേൾക്കുമ്പോഴും നമ്മൾ ആ വചനത്തെ ദൈവസേനയെ സമർപ്പിച്ച് കർത്താവ് ഈ വചനപ്രകാരം ജീവിക്കാനുള്ള ഒരു പ്രത്യേകമായ കൃപ എൻ്റെ വിഭവത്തിൽ തീരുമാനമാകണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയോട് ദിവസമില്ല എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു ഈ ക്ലാസ് നമ്മുടെ ജീവിതത്തിൽ അതിമഹത്വകരമായിരിക്കും. ഇതുപോലിൽ അതിനെപ്പറ്റി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം അതിൻ്റെ മലമുകളുടെ പ്രസംഗത്തിൻ്റെ ഒരു ഇൻട്രഡക്ഷനാണെന്ന് പോലെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. അതിന് മാത്രമേ ഇന്നൊരു സമയമുള്ളൂ. ആ വിഷയത്തിൻ്റെ ഓരോ വിഷയത്തിലേക്കും നമ്മെ ഘട്ടഘട്ടമായി നമ്മുടെ പ്രസംഗത്തിൽ കടന്നു പോകുവാനിടയാകും. ഇതിന് പറയുന്ന പേരാണ് മലമുകളിലെ പ്രസംഗം. അല്ലേ? ഏതൊക്കെ ലേഖനമാണ് നമ്മൾ വായിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 5-6-7 അധ്യായങ്ങൾ. വേറെ എവിടെ നമ്മൾ കാണുന്നത്? ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വേദഭാഗങ്ങൾ. ഇതിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് രണ്ടും ഈ സർമൻ്റെ ടീച്ചിങ് തുടങ്ങുന്നതിന് മുന്നേ സംശയം വന്നു. അതിനെപ്പറ്റി ആ സംശയം അവൻ നിവർത്തിച്ച് തന്നെ മുമ്പോട്ട് കടന്നു പോകും. എന്തുകൊണ്ട് ഈ ആ ചോദ്യം എന്തായിരുന്നു? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് യേശുക്രിസ്തു മലമുകളിൽ അല്ലേ ആ പുരുഷാരത്തെ കണ്ടാതെ മലമേൽ കയറി. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് 17 സമഭൂമിയിൽ നിന്നും ഒന്ന് മലമുകളിൽ നിന്നുള്ള രണ്ടും സർമനം മൗണ്ടാണെങ്കിൽ എന്തുകൊണ്ട് രണ്ട് വ്യത്യാസമാണ് ചോദ്യം അപ്പോൾ സർമൻ ഓൺ ദ മൗണ്ട് എന്ന വാക്ക് തിരുവചനത്തിൽ നമ്മൾ ഒരിടത്തും വായിക്കുന്നില്ല. വായിക്കുന്നുണ്ടോ? നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് അങ്ങനെ വായിക്കുന്നില്ല അല്ലേ? യേശുക്രിസ്തു അങ്ങനെ ഒരു വാക്ക് നമുക്ക് തന്നിട്ടുമില്ല. സർമൻ ഓഫ് മൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഭാഗം നമുക്ക് ഒരിടത്ത് കൂടി നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. 354 to 430 വരെ ജീവിച്ചിരുന്ന
സെന്റ് അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ എന്ന് പറയുന്ന ഒരു ദേവദാസനാണ്. ഹി പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എസ്റ്റാബ്ലിഷിംഗ് ദിസ് ടെർമിനോളജി ഇൻ ക്രിസ്ത്യൻ ഇൻ്റർപ്രിട്ടേഷൻ. ഈ മലബോളിലെ സർമൺ ഓൺ ദ മൗണ്ടൻ എന്ന വാക്ക് തരുവാൻ തക്കവണ്ണം അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ എന്ന് പറയുന്ന ആ വ്യക്തി ഒരു വ്യാഖ്യാന ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട് ഈ ഭാഗത്തെ പറ്റി. അതിൻ്റെ പേര് ഡി സെർമൺ ഇൻ മൗണ്ട്, അഥവാ ഓൺ ദ സെർമൺ ഓൺ ദ മൗണ്ട് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ. അപ്പോൾ അങ്ങനെ 354 മുതൽ 430 വരെ ജീവിച്ചിരുന്ന ആ ഒരു എഴുത്തുകാരൻ എഴുതിയ പുസ്തകം മുഖാന്തരമാണ് ഈ വേദഭാഗത്തിന് സെർമൺ ഓൺ ദ മൗണ്ട് എന്ന പേര് കിട്ടുവാൻ കാരണം. അപ്പോൾ he was one of the major early Christian theologians who explicitly treated Matthew 5-7 as a unified sermon delivered by Jesus on mountain. അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ആ ദൈവദാസൻ ഇതിനെപ്പറ്റി വളരെ ആഴമായി പഠിക്കുകയും അതിനെപ്പറ്റിയുള്ള ഗ്രന്ഥങ്ങൾ പലതും എഴുതുകയും ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സ്ട്രക്ചർ ഓഫ് ദ സെർമൺ ഓൺ ദ മൗണ്ട്, ആ മലബോളിലെ പ്രസംഗത്തിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചാൽ മാത്യു chapter 5 verse 1-12, the sermon on the mount begins with the beatitudes. അല്ലേ? അവിടെ ഏതിലാ തുടങ്ങുന്നത്? യേശുക്രിസ്തുവിൻ്റെ ഭാഗ്യവചനങ്ങൾ തുടങ്ങിയില്ലേ? This opening statement established the spiritual character and values of those who belong to the kingdom of God. ദൈവവചനത്തിൽ, ദൈവരാജ്യത്തിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം മുൻപോട്ട് ജീവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അറിവ് കൊടുക്കുവാൻ പോകുന്ന ഭാഗ്യവചനങ്ങളെ പറ്റി പ്രസംഗിച്ചുകൊണ്ടാണ് മുൻപോട്ടുള്ള കാര്യങ്ങൾ താൻ പഠിപ്പിക്കുന്നത്. So chapter 5 verse 1-12 therefore serve as a foundational statement about the character of people who belong to the kingdom of God. ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവത്തിന്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ശിലയാണ് വേദഭാഗം. While the rest of the sermon tells how those kingdom people should live. താഴോട്ട് വരുന്ന വേദഭാഗങ്ങൾക്ക് നമ്മൾ വായിക്കുന്നത് ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി ജീവിക്കുന്ന ദൈവത്തിന്റെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കണം. ഇനി മറ്റേ ആ ചിന്തയിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമ്മൾ ചിന്തിച്ച വിഷയം ഇതാണ്: the difference between Matthew's and Luke's sermon. മത്തായിയുടെയും ലൂക്കോസിൻ്റെയും സുവിശേഷങ്ങളിലെ പ്രസംഗങ്ങളിലെ വ്യത്യാസങ്ങൾ. Both Matthew 5:7 and Luke 6:20 രണ്ടും ഏകദേശം ഒരുപോലെ തുല്യമായിരിക്കുന്നതായി കാണുവാൻ സാധിക്കും. വായിച്ച 6:20 മുതൽ വായിച്ചു. അതുപോലെ തന്നെ 5-ാം അധ്യായത്തിൽ 1 മുതൽ 12 അതിനുള്ളിലും ആ ഭാഗ്യവചനങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ മുൻപോട്ടുള്ള ഈ 2 അധ്യായങ്ങൾ നമ്മൾ ചേർന്ന് പഠിച്ചാൽ യേശുവിൻ്റെ ഉപദേശങ്ങളുമായി ബന്ധപ്പെട്ട തത്തുല്യമായ ഒരുപോലുള്ള വാക്യങ്ങളാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ വിഷയം എന്ന് പറയുന്നത് 2ൻ്റെയും സ്ഥലം, 2ൻ്റെയും ശ്രോതാക്കൾ, 2ൻ്റെയും വ്യാപ്തി, 2ൻ്റെ ഉദ്ദേശം, അവതരണ രീതി ഇവ വളരെ വ്യത്യാസമാണ്. അല്ലേ? മത്തായി 5-ലെ പശ്ചാത്തലമല്ല ലൂക്കോസ് 6-ൽ നമ്മൾ കാണുന്നത്. അല്ലേ? അതിന് ഒന്നാമത്തെ വ്യത്യാസമാണ് മത്തായി 5-ൽ നമ്മൾ കാണുന്നത് യേശു പ്രസംഗിക്കുന്ന ഇവിടെ നിന്നാണ്, മലമുകളിൽ നിന്നാണ്. അല്ലേ? പക്ഷേ ലൂക്കോസിൽ സമതലത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. അല്ലേ? 5-ന്റെ വൈകുന്നേരം പുരുഷാരത്തെ കണ്ടിട്ട് മലയിൽ കയറി ഇരുന്ന ശേഷം ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നില്ലേ? ലൂക്കോസിൽ വായിക്കുന്ന അവൻ അവരോടുകൂടി മലയിൽ നിന്ന് ഇറങ്ങി സമഭൂമിയിൽ നിന്നു
അല്ലേ, സമതലത്ത് നിൽക്കുന്നതായി കാണുന്നു. അപ്പോൾ മത്തായി സെർമൺ ഓൺ ദ മൗണ്ട് ആണെങ്കിൽ ലൂക്കോസിൽ സെർമൺ ഓൺ ദ പ്ലെയിൻ. ഒന്ന് ഗിരിപ്രവാഹം മലമുകളിലെ പ്രസംഗമാണെങ്കിൽ രണ്ടാമത്തെ പ്രസംഗം എവിടെയാണ്? സമതലത്ത് നിന്നുകൊണ്ടുള്ള പ്രസംഗം. അല്ല, അങ്ങനെയല്ലേ ഇവിടെ കാണുന്നത്? ആണോ? മാർക്കോസ് സാറിന്റെ വരിയിൽ വായിച്ചേ. സമഭൂമിയിൽ നിന്ന്. ഒന്ന് യേശു മലമുകളിൽ നിന്ന് 5-ാം അധ്യായത്തിൽ അല്ലേ? ഇത് ഇവിടെ എങ്ങനെയാ? സമഭൂമിയിൽ നിന്ന്. അപ്പോൾ ഒന്ന് മൗണ്ട് ഓഫ് ദ സെർമൺ, രണ്ട് സെർമൺ ഓൺ ദ പ്ലെയിൻ, സമഭൂമിയിൽ നിന്നുള്ള പ്രസംഗം. ഈ രണ്ട് പ്രസംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇത് രണ്ടും നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നിർബന്ധമായും ഇത് രണ്ട് പ്രസംഗങ്ങളാണെന്നൊന്നും പറയുവാൻ പറ്റുകയില്ല. യേശു ഒരേ ഉപദേശം വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ആവർത്തിക്കാനും സാധ്യതയുണ്ട്. സുവിശേഷകർ തങ്ങളുടെ ദൈവശാസ്ത്രപരമായ ഉദ്ദേശത്തിനനുസരിച്ച് ഉപദേശങ്ങൾ സാഹചര്യങ്ങളൊക്കെ ക്രമീകരിച്ച് തിരുവചനത്തിൽ എഴുതി തന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായ വലിയ വ്യത്യാസം എന്ന് പറയുന്നത് മത്തായി 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ വായിച്ചാൽ ഗിരിപ്രഭാഷണം വളരെ വിപുലമായ രീതിയിൽ മത്തായി എഴുതിയിട്ടുണ്ട് അല്ലേ? അതിൽ 5-ാം അധ്യായത്തിൽ 1 മുതൽ 12 വരെ ബിയാറ്റിറ്റ്യൂഡ്സ് ഉണ്ട്, ഭാഗ്യവചനങ്ങളുണ്ട്. 5-ന്റെ 13 മുതൽ 16 വരെ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ വെളിച്ചവും. 5-ന്റെ 17 മുതൽ 48 വരെ ന്യായപ്രമാണവും രാജനീതിയും. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1 മുതൽ 18 വരെ വായിച്ചു കഴിഞ്ഞാൽ ദാനത്തെപ്പറ്റി, പ്രാർത്ഥനയെപ്പറ്റി, ഉപവാസത്തെപ്പറ്റി. 6-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ സ്വർഗത്തിലെ നിക്ഷേപത്തെപ്പറ്റി ആഴമായി നമ്മൾ പഠിപ്പിക്കുന്നു. 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വേദവാക്യത്തിൽ വായിക്കുന്നു മറ്റുള്ളവരെ നമ്മൾ നിന്ദിക്കരുത്. 7-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ചോദിക്കുക, അന്വേഷിക്കുക, മുട്ടുക, എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. 7-ാം അധ്യായത്തിൻ്റെ 13, 14, 14 വാക്യങ്ങൾ വായിച്ചാൽ ഇടുങ്ങിയ വാതിലുകളെ പറ്റി ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു. 7-ന്റെ 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ വ്യാജ പ്രവാചകന്മാരെ പറ്റി നമ്മളെ പഠിപ്പിക്കുന്നു. 7-ന്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ പാറമേൽ പണിത വീടിനെ പറ്റി നമ്മൾ പഠിപ്പിക്കുന്നു അല്ലേ? എന്ന് പറഞ്ഞാൽ മത്തായിയുടെ പുസ്തകവും മത്തായിയുടെ ആ മലമുകളിലെ പ്രസംഗം സമഗ്രമായ ഒരു സ്വർഗരാജ്യത്തിൻ്റെ ഭരണഘടന, ഒരു മഗ്ന കാർട്ട തന്നെ നമുക്ക് വെളിപ്പെടുത്തുകയാണ് മത്തായിയുടെ സുവിശേഷത്തിൽ. എന്നാൽ ലൂക്കോസിൻ്റെ പ്രസംഗത്തിൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ 6-ാം അധ്യായം 20 മുതൽ 49 വരെ ഭാഗങ്ങളാണ് കാണുന്നത്. അതിൽ പ്രധാനമായും നമ്മൾ കാണുന്നത് 6-ന്റെ 20 മുതൽ 23 വരെ ഒരു 4 അനുഗ്രഹങ്ങൾ നമ്മൾ കാണുന്നില്ലേ? 6-ന്റെ 24 മുതൽ 24 വാക്യങ്ങളിൽ 4 അയ്യോബിളികൾ നമ്മൾ കാണുന്നുണ്ട്. 6-ന്റെ 27 മുതൽ 36 വരെ വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ ശത്രുക്കളെ സ്നേഹിക്കുന്നതിനെ പറ്റി നമ്മൾ കാണുന്നുണ്ട്. 6-ന്റെ 37 മുതൽ 42 വരെ വായിച്ചാൽ നിങ്ങൾ വിധിക്കരുത്, വിധിക്കുന്നതിനെ പറ്റി വളരെ വ്യക്തമായി കാണുന്നുണ്ട്. 43 മുതൽ 45 വരെയുള്ള നല്ല വൃക്ഷത്തെ പറ്റിയും അതിലുണ്ടാകുന്ന നല്ല ഫലത്തെ പറ്റിയും ദൈവാത്മ നമ്മളെ കാണിക്കുന്നുണ്ട്. 6-ന്റെ 46 വായിക്കുന്ന കർത്താവേ കർത്താവേ എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥമായ അർത്ഥം എന്താണെന്ന് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. 6-ന്റെ 47 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ പാറമേൽ അടിസ്ഥാനമില്ല. അപ്പോൾ മത്തായിയിലെ ചില വിഷയങ്ങൾ ഇതിനുള്ളിലുണ്ട്, ചില വിഷയങ്ങൾ എഴുതാതെയിരിക്കുന്നു. അപ്പോൾ ലൂക്കോസിന്റെ അവതരണം കൂടുതൽ ചുരുക്കവും സാമൂഹിക നൈതിക പ്രയോഗത്തിന് ഊന്നൽ നൽകുന്നതുമാണ്. അപ്പോൾ മത്തായി എഴുതിയതും ലൂക്കോസ് എഴുതിയതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. പക്ഷെ അതിനുള്ളിൽ അതിപ്രധാനമായ ഭാഗങ്ങൾ ലൂക്കോസ് ഇതിനുള്ളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മത്തായിയിലെ പ്രധാന വിഷയമെന്ന് പറയുന്നത് സ്വർഗരാജ്യം, കിങ്ഡം ഓഫ് ഹെവൻ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ രാജ്യം ഇല്ലേ? ആവർത്തിച്ചു വരുന്നത് 5-ന്റെ 3 എന്ന് വായിച്ചാൽ മത്തായി 5-ന്റെ 3. അപ്പൊ അവിടെ ആവർത്തിച്ച് മത്തായി ഓർമ്മിപ്പിക്കുന്നത് ദൈവരാജ്യത്തെ പറ്റി അല്ലേ? സ്വർഗരാജ്യം ആർക്കുള്ളതാണ്? ഗിരിപ്രഭാഷണത്തിൽ ആവർത്തിച്ച് യേശു ക്രിസ്തു 5 മുതൽ 7 വരെ അധ്യായങ്ങൾ പഠിച്ചാൽ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച്
യേശു പറയുന്നു സ്വർഗരാജ്യം അവർക്കുള്ളതാണ് അല്ലേ? കാരണം അത് പറയാനുള്ള കാരണം മത്തായി യേശുവിനെ രാജാവായും അവൻ്റെ ഉദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ ജീവിത നിയമങ്ങളായും അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമായി മത്തായിയെ നമ്മൾ കാണുവാനിടയാകും. അതുകൊണ്ടാണ് മത്തായി ഇത്ര വിശദമായി സ്വർഗരാജ്യത്തെ പറ്റി, ആ സ്വർഗരാജ്യം ആർക്കുള്ളതാകുന്നു എന്ന് വളരെ വിശദമായി പഠിപ്പിക്കുവാനിടയാകുന്നത്. ആ രാജ്യം എങ്ങനെയുള്ളതാണ്, അതിലെ ജനങ്ങൾ എങ്ങനെയുള്ളതായിരിക്കും, ആ സ്വർഗരാജ്യത്തിലെ ജനങ്ങൾ എങ്ങനെ ജീവിക്കണം ഇല്ലേ? ഇതുപോലെ മത്തായി ഫോക്കസ് ചെയ്യുന്ന വിഷയമാണ് ദ കിങ്ഡം ഓഫ് ഹെവൻ, സ്വർഗരാജ്യം, നിത്യരാജ്യം എങ്ങനെയുള്ളതായിരിക്കണമെന്നാണ് ആമേൻ ഈ മാത്യു ഫോക്കസ് ചെയ്യുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ വളരെ വിശദമായ രീതിയിൽ ഈ ഗിരിപ്രഭാഷണത്തിലെ മലമുകളിലെ പ്രസംഗം നമ്മളൊക്കെ നിത്യത്തിൽ സ്വർഗത്തിലേക്ക് ചെയ്യുവാനുള്ളതാണ്. നമ്മുടെ എല്ലാം നോട്ടം എങ്ങോട്ടാണ്? സ്വർഗത്തിലേക്കാണ്. നമ്മുടെ പാർപ്പിടം ഈ ഭൂമിയിലല്ല. നമ്മുടെ പാർപ്പിടം എവിടെയാണ്? ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മുടെ പൗരത്വം അവിടെ ആയതുകൊണ്ട്, നമ്മൾ അവിടെ താമസിക്കേണ്ടവരായതുകൊണ്ട്, നമ്മൾ അവിടെ താമസിക്കുവാൻ തക്കവണ്ണം നമ്മൾ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിച്ചാൽ നമുക്ക് അവിടെ എത്താം എന്നൊക്കെയുള്ള അതിമനോഹരമായ ദൈവിക ആലോചനകൾ മത്തായി നമുക്ക് വിവരിച്ച് നൽകി തരുന്നുണ്ട്. പക്ഷേ ലൂക്കോസിന്റെ പ്രബന്ധ വിഷയം വ്യത്യസ്തമാണ്. ലൂക്കോസിന്റെ പ്രബന്ധ വിഷയം എന്ന് പറയുന്നത് അതിനുള്ളിൽ ദരിദ്രരെ പറ്റി, വിശക്കുന്നവരെ പറ്റി, കഷ്ടപ്പെടുന്നവരെ പറ്റി, അങ്ങനെയുള്ള വിഷയത്തിന് ശക്തമായ ഊന്നൽ ലൂക്കോസ് കൊടുക്കുന്നു. അതുകൊണ്ടാണ് ലൂക്കോസ് 6:20 പറയുന്നത്, ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാരില്ലേ. ഈ എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. ഈ ബിയാറ്റിറ്റ്യൂഡ്സ് എല്ലാം ഇദ്ദേഹം പറയുന്നുണ്ടോ? ഇല്ല അല്ലേ? ഇദ്ദേഹം പറയുന്നത് ഫോക്കസ് ചെയ്യുന്നതല്ലേ ഇതിനോടുള്ള ബന്ധത്തിലാണ്. ദരിദ്രരെ പറ്റി, വിശക്കുന്നവരെ പറ്റി, കഷ്ടപ്പെടുന്നവരെ പറ്റി, ഈ ലോകത്തിൽ നിന്നുള്ള പ്രയാസങ്ങളും ആ ഫോക്കസിലാണ് പുള്ളി നിന്ന്. വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ മത്തായി ഇത്രത്തോളം വിശാലമായി എഴുതുള്ള കാരണം അതിന് കാരണം പറ്റുന്നില്ല. പുള്ളി ഫോക്കസ് ചെയ്യുന്ന വിഷയമാണ്. എന്നാൽ മത്തായി അപ്പോൾ ഒരാൾ നമ്മുടെ ഈ ലോകത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഞ്ചിനീയർ പഠിക്കുന്നതാണോ മെഡിക്കൽ ഡോക്ടർ പഠിക്കുന്നത്? അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ ഫോക്കസ് ഉണ്ട്. ആ ഫോക്കസ് സംസാരിക്കുന്നത് ഇതെല്ലാം വേണ്ടേ? മെഡിക്കൽ ഡോക്ടറും വേണം, കാർപ്പൻറ്ററും വേണം, ഡ്രൈവറും വേണം. ഈ ലോകത്ത് ഇതെല്ലാം കിടക്കുക. അപ്പം ദൈവം തൻ്റെ ദാസന്മാർക്ക് വ്യത്യസ്തമായ ചിന്തകൾ കൊടുക്കുമ്പോൾ, വ്യത്യസ്തമായ കണക്കൂട്ടലുകൾ കൊടുക്കുമ്പോൾ, ആ മണ്ഡലത്തിൽ നിന്ന് അവർ സംസാരിക്കുന്നതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി വേദപുസ്തകം ക്രമീകരിച്ച് ദൈവാത്മ നമുക്ക് നൽകി തന്നിരിക്കുന്നതാണ്. അവിടെ 3 കാര്യങ്ങളാണ് ലൂക്കോസ് പറയുന്നത്. 6:20, 6:24. ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളതാണില്ലേ. അതിനുശേഷം വീണ്ടും പുള്ളി 24 പറയുന്നത്, സമ്പന്നരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടമില്ലേ. മത്തായിൽ 5:3 വായിക്കുന്ന ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ ഇല്ലേ. അത് ലൂക്കോസിൽ ആത്മാവെന്നില്ല കേട്ടോ. ലൂക്കോസിൽ എന്താ വായിക്കുന്നത്? 6:20, ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ ഇല്ലേ. അപ്പോൾ മത്തായിൽ ആത്മാവിൽ ദരിദ്രർ, അത് അവർ ആത്മീയ അവസ്ഥയ്ക്ക് ഊന്നൽ കൊടുക്കുമ്പോൾ ആത്മീകമായ മണ്ഡലം. ആത്മാവിൽ ദരിദ്രം പറഞ്ഞല്ല ഈ ലോകത്തിൽ കഷ്ടപ്പെടുന്നവരെ പറ്റിയല്ല, ആത്മമണ്ഡലങ്ങളിലുള്ള ദാരിദ്ര്യം. അതിന് മത്തായി ഊന്നൽ കൊടുക്കുമ്പോൾ ലൂക്കോസ് പറയുന്നത് ദരിദ്രരായ എന്നുള്ളത് സാമൂഹ്യമായ ഭൗതിക ദാരിദ്ര്യത്തെയും യേശു ഗൗരവമായി അതിസംബോധന ചെയ്യുന്നുവെന്ന് ലൂക്കോസ് അവിടെ വളരെ വ്യക്തമായി എടുത്ത് പറയുകയാണ്. ഇത് പരസ്പരം വിരുദ്ധമായ കാര്യമൊന്നുമല്ല. യേശുവിൻ്റെ രാജ്യത്തിലെ ആത്മീക ദാരിദ്ര്യവും മനുഷ്യരുടെ യഥാർത്ഥ കഷ്ടപ്പാടും രണ്ടും യഥാർത്ഥമായി ഗൗരവമുള്ള വിഷയം തന്നെയാണ്. മത്തായി 9 ബിയാറ്റിറ്റ്യൂഡ്സ് നമ്മൾ കാണുന്നുണ്ടല്ലേ ഇല്ലേ. ഭാഗ്യവചനങ്ങൾ നമ്മൾ 9 കാണുന്നു. എന്നാൽ ലൂക്കോസിൽ അതിനുള്ളിൽ 4 ബ്ലെസ്സിങ് ഉണ്ട്, 4 ഉടമ്പടികളുണ്ട്. മത്തായിലെ 9 ബ്ലെസ്സിങ് ഇതാണ്. 1 ആത്മാവിൽ ദരിദ്രർ, 2 ദുഃഖിക്കുന്നവർ, 3 സൗമ്യതയുള്ളവർ, 4 നീതിക്കായി വിശപ്പും ദാഹവുമുള്ളവർ, 5 കരുണയുള്ളവർ, 6 ഹൃദയശുദ്ധിയുള്ളവർ, 7 സമാധാനം ഉണ്ടാക്കുന്നവർ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവരില്ലേ.
അങ്ങനെ 9 കാര്യങ്ങൾ കാണുന്നില്ലേ? ഇന്ന് ലൂക്കോസിൽ 4 അനുഗ്രഹങ്ങളും 4 അയ്യോ വിളികളും നമ്മൾ കാണുന്നുണ്ടല്ലേ? വ്യത്യസ്തമായിട്ട് അവിടെ എഴുതി. ഒന്ന്, അനുഗ്രഹങ്ങൾ ആർക്കൊക്കെ? ദരിദ്രരായവർക്ക്. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? ദരിദ്ര ഭാഗ്യവാൻ. ഇപ്പോൾ വിശക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇപ്പോൾ കരയുന്നവർ. മനുഷ്യർ നിങ്ങളെ വെറുക്കുമ്പോൾ. ഇങ്ങനെ പ്രൈസലോ അവിടെ അനുഗ്രഹങ്ങൾ അവിടെ ആർക്കാ കൊടുക്കുന്നത്? ആ ഭൗതിക തലത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ദൈവത്തോട് അടുക്കുമ്പോൾ ഈ ലോക ജീവിതത്തിൽ ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി നിന്നിട്ട് അനുഭവിക്കുന്ന ഘട്ടങ്ങൾക്കൊക്കെ നമ്മൾ കാണാത്തൊരു ബാക്കിതലമുണ്ടെന്ന് ലൂക്കോസ് അവിടെ വെളിപ്പെടുത്തുകയാണ്. എന്നാൽ പിന്നെ താഴോട്ട് പോകാൻ 4 വേറെ കാര്യങ്ങൾ കാണുന്നുണ്ട്. സമ്പന്നരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. തൃപ്തരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. ഇപ്പോൾ ചിരിക്കുന്നവരായ നിങ്ങൾക്ക്, എല്ലാവരും നിങ്ങളെ പുകഴ്ത്തുമ്പോൾ അല്ലേ അയ്യോ കഷ്ടം അല്ലേ? ഇതൊരു ശക്തമായ കിങ്ഡം റിവേഴ്സലാണ്. ലോകം വിലമതിക്കുന്ന കാര്യങ്ങളെ യേശു വളരെ തലകീഴായി കാണും അല്ലേ? യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിന്റെ പഠിപ്പിലെന്ന് യഹൂദമത പുരോഹിതർക്ക് യേശുവിനെ കല്ലെറിയുമുള്ള കാരണം മറ്റൊന്നുമല്ല. അവരുടെ ചിന്തയ്ക്ക് നേരെ ഓപ്പോസിറ്റ് ആയില്ലേ? സമ്പന്നരെ ലോകം പുകഴ്ത്തുമ്പോൾ ഇല്ലേ? സമ്പന്നര് അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ പലപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ട്. സമ്പന്നനായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ഭവനത്തിൽ ഒരു കാളയോ മാടോ ആടോ ദീനം വന്ന് തലകറങ്ങി ഇപ്പോൾ അടുത്ത ദിവസം അടുത്ത നിമിഷം മരിച്ചു പോകും, ചത്തുപോകും എന്നുള്ള ചിന്ത വരുമ്പോൾ പെട്ടെന്ന് ഇതിനെ സെർവന്റിന്റെ കൈ കൊണ്ട് കൊടുത്ത് പുരോഹിതന്റെ കൈ കൊണ്ട് കൊടുക്കും. പുരോഹിതൻ മറ്റെല്ലാം ക്യൂ എല്ലാം മാറ്റി നിർത്തിയിട്ട് ഈ മനുഷ്യന്റെ ആടിനെ അല്ല മൃഗത്തെ ഇയാൾ കഴിക്കും. കാരണം എന്നാ? ഈ ക്യൂവിൽ നിന്നാൽ ഇത് ചിലപ്പോൾ ലാസ്റ്റ് ഇവന്റെ ലൈൻ വരുന്നതിന് മുന്നമേ മരിച്ചു. ഇത് കണ്ടുകൊണ്ടാണ് മലാക്കി പ്രവചനം പറയുന്നത്, നിങ്ങളുടെ കൂട്ടത്തിൽ ഊനമില്ലാത്ത ഒരാണുണ്ടായിരിക്കെ ഊനമുള്ളതിനെ നിങ്ങൾ നിങ്ങളുടെ രാജാവിന് കൊടുത്ത രാജാവ് അതിനെ വിലമതിക്കുമോ? എത്ര എന്നിട്ട് ദൈവം മലാക്കി പ്രവചനത്തിൽ പറയുക, നിങ്ങൾ എൻ്റെ മുന്നിൽ വെറുതെ എൻ്റെ യാഗകുലത്തിൽ വെറുതെ തീ കത്തിക്കാതിരിക്കുക. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? എന്ന് പറഞ്ഞാൽ ദൈവകോപത്തിന്റെ തീയാണ് അവിടെ ഉണ്ടാകുന്നത്. ഇതിൻ്റെയൊക്കെ പുറകിലത്തെ കാരണം ഇവൻ സമ്പന്നനാണ്. നേരെ പറഞ്ഞ ഒരു സാധാരണക്കാരൻ കൊണ്ടിരുന്നത് എന്ന് പറയും, പുറകിലത്തെ ക്യൂല് അവിടെ ഇല്ലേ, അവിടെ പോയി നിൽക്കാൻ പറയില്ലേ. അപ്പോൾ അന്നത്തെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ സമ്പന്നർ, ശക്തന്മാർ, കഴിവുള്ളവർ, ദൈവത്താൽ ആദരിക്കപ്പെട്ടവർ, ദൈവം കൊടുത്ത നന്മകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പരസ്പരം പുകഴ്ത്തുമ്പോൾ കർത്താവ് അതിനെ തലകീഴായി ചിന്തിച്ചിട്ട് പറയുക, സമ്പന്നരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം ഇല്ലേ? അപ്പോൾ തന്നെ മറ്റൊരു പറയാം, ദരിദ്രരായ നിങ്ങൾക്ക് നിങ്ങൾ ഭാഗ്യവാന്മാർ. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇത് മാനുഷിക ചിന്തകൾക്ക്, മാനുഷിക പഠിപ്പീരുകൾക്ക് അധികം പൊരുത്തപ്പെട്ടു പോകുവാൻ പറ്റുന്ന കാര്യമല്ല അല്ലേ? അതുപോലെ മത്തായിയിൽ നമ്മൾ കാണുന്നു ന്യായപ്രമാണത്തിന്റെ ആഴം കാണുന്നു. മത്തായി 5 യേശു പലവട്ടം പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞ ഉദാഹരണങ്ങൾ പലതും യേശു പറയുന്നുണ്ട്. കൊലപാതകം ഇല്ലേ, അത് കോപം എന്തിന് തുല്യമാണെന്ന് പറയുന്നു, കൊലപാതകമാണെന്ന് പറയുന്നു. ഹൃദയത്തിലെ മോഹം എന്താണെന്ന് പറയുന്നു, അത് വ്യഭിചാരമാണെന്ന് പറയുന്നു അല്ലേ? അങ്ങനെ പല കാര്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ശത്രുവിനോടുള്ള വൈരത്തിന്റെ കാര്യം പറയുമ്പോൾ യേശു പറയുന്നു, നിങ്ങൾ ശത്രുവിനെ സ്നേഹിക്കണം അല്ലേ? കണ്ണിന് കണ്ണും കാലിന് കാലും ഇല്ലേ? കണ്ണിന് കണ്ണും പല്ലിന് കല്ലും എന്നുള്ള എഴുതപ്പെട്ട നിയമം നിലനിൽക്കുമ്പോൾ യേശു പറയുന്നു, നിന്റെ ഒരു കവിളത്ത് അടിച്ചാൽ. അപ്പോൾ യേശുവിന്റെ ഉപദേശത്തിൽ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം ഇല്ലേ? എഴുതപ്പെട്ട നിയമം ആരുടെ നിയമോ? ഇസ്രായേൽ ആരെങ്കിലും എഴുതിയതല്ല. യഹോവ ദൈവം മോശയ്ക്ക് കൊടുത്ത മോശയിക പ്രമാണമാണ് ഇല്ലേ? ആ ശക്തമായ നിയമം നിലനിൽക്കുമ്പോൾ ആ നിയമം കൊണ്ടുവന്നിട്ട് പാവം പിടിച്ചവരെ തകർത്ത് തരിപ്പണമാക്കി
ആമീൻ തല വെട്ടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിന് നടുവിൽ കർത്താവ് പറയുകയാണ്, ആമീൻ ഹല്ലേലൂയ സ്തോത്രം, കണ്ണിന് ആമീൻ കണ്ണല്ല കൊടുക്കേണ്ടത്, പിന്നെയോ നിന്റെ ഒരു കവളത്തടിച്ചാൽ ആമീൻ മറ്റേ കവള്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ വായിക്കുമ്പോൾ മോശയിക ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇല്ലാതാക്കുന്നില്ല, മറിച്ച് പുറമേയുള്ള മാനുഷികമായി മറ്റുള്ളവരെ കാണിക്കുമ്പോൾ അനുസരണത്തിൽ നിന്നും വ്യത്യസ്തമായി ഹൃദയത്തിലെ നീതിയിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകും. മനസ്സിലായി? അപ്പോൾ മാനുഷികമായി മറ്റുള്ളവരെ കാണിക്കുവാൻ നമ്മൾ ഒത്തിരി അനുസരണം കാണിക്കുന്നവരാണെന്ന് നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പ്രതിഫലിപ്പിക്കാൻ പറ്റും. പക്ഷെ അകത്തളങ്ങളിൽ അനുസരണത്തിന്റെ ലെവലേശം പോലും ഇല്ലാതെ അത് കാണിക്കാൻ പറ്റുമോ? ആമീൻ. നമ്മുടെ മുമ്പിൽ വെച്ചൊരു പേന ഇവിടെ കിടന്നൊരു സമൂഹത്തിന്റെ നടുവിൽ ഒരു പേന കിട്ടിയാൽ ആമീൻ എല്ലാവരും കാണിക്കാതെ നമ്മൾ ചോദിക്കന്നാ ഇത് ആരുടെ പേനയാണല്ലേ? എന്താ കാരണം? അത് നോക്കിയിട്ട് അതിനുള്ളിലെ മനോഹരതയും അതിൻ്റെ സൗന്ദര്യമൊക്കെ ദർശിച്ചിട്ട് അകത്തളങ്ങളിൽ ഒരു ആഗ്രഹമുണ്ട്, എന്നാ ഇതെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ പെന്തക്കോസ്തുകാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. നമുക്ക് അങ്ങനത്തെ ചിന്തയുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. അപ്പം സാധാരണ മനുഷ്യന്റെ കാര്യമാണ് പറയുന്നത്, ഇതെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷേ ഈ സമൂഹം എൻ്റെ ഉള്ളിൽ ഒരു അനുസരണത്തിൻ്റെ ഒരു വാക്ക് പ്രമാണത്തിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഉയർത്തിക്കാണ്. എന്നാൽ ആരുമില്ലാത്ത സന്ദർഭത്തിൽ ആമീൻ ഇതിനെക്കാട്ടിൽ വിലയുള്ള അല്ലെങ്കിൽ ഇത് തത്തുല്യമായ കാര്യങ്ങൾ കിട്ടിയാൽ നമ്മൾ ഉയർത്തിക്കാണിക്കുക പോയിട്ട് അല്ലേ? നമ്മുടെ കാര്യമല്ല, അത് വീട് ഞാൻ ആമീൻ സാധാരണക്കാരായ മനുഷ്യർ ആമീൻ അപ്പോൾ ഈ പ്രമാണം ഇവിടെ പോയി. ഒറ്റപ്പെട്ട മണ്ഡലങ്ങളിൽ നമ്മൾ മാത്രമുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യുന്ന പ്രമാണം എവിടെ പോയി? ദൈവിക നീതി എവിടെ പോയി? അപ്പോൾ ഇത് മറ്റുള്ളവരെ കാണിക്കുവാൻ അനുസരണത്തിൻ്റെ ഒരു ഘടകമായി മാത്രമെന്ന് നിലനിൽക്കുമ്പോൾ യേശുക്രിസ്തു ന്യായപ്രമാണം എടുത്തു മാറ്റുകയല്ല ചെയ്ത്, പിന്നെയോ അത് ഹൃദയത്തിൻ്റെ ആമീൻ ആഴത്തിലുള്ള നീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തളങ്ങളിൽ ഒരു നീതിബോധം ഉളവാക്കുക എന്ന് പറഞ്ഞാൽ അത് ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും അകത്തെ നീതിബോധത്തിന് മാറ്റം വരുന്നില്ല. ഇതാണ് ദൈവമാക്കി ക്രിസ്തു ആഗ്രഹിക്കുന്ന അതാണ്. മോശയുടെ ന്യായപ്രമാണം അരച്ച് കലക്കി പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഈ യഹൂദന്മാർ ചെയ്ത് ഈ മതപൗരോഹിത്യം ചെയ്ത് ലീഡർഷിപ്പ് ചെയ്തത് യേശുക്രിസ്തുവിന്റെ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രൈസ്, നിങ്ങൾ അവരുടെ തലയിൽ വലിയ ചുവട് വെച്ച് കൊടുക്കുന്നു, എന്നിട്ട് നിങ്ങൾ അതിൻ്റെ അറ്റത്തൊന്ന് തൊട്ട് പോലും അതിനൊരു ചെറിയൊരു സപ്പോർട്ട് കൊടുക്കുവാൻ പോലും നിങ്ങൾ തയ്യാറല്ലാതെ പ്രൈസ് പല സ്ഥലങ്ങളും കണ്ടിട്ടുണ്ട്. പ്രൈസ് എല്ലാ അടിപൊളി 21 ദിവസം ഉപവാസ പ്രാർത്ഥന, അടിപൊളി 40 ദിവസത്തെ കൊട്ടിക്കൊട്ടിച്ച ഉപവാസ പ്രാർത്ഥന, ലോകത്തെ മുഴുവൻ ഇളക്കുന്ന പുറകിൽ പോസ്റ്ററും അടിച്ചു, അത് ഒടിച്ച് ഇതടിച്ച്. പക്ഷെ വൈകിട്ട് പാസ്റ്ററുടെ വീട്ടിൽ ചെന്നാൽ എന്തായിരിക്കും? അടിപൊളി ആമേശാപ്പാണ്. ലീഡർഷിപ്പിനെ കൂടെ കൂട്ടി ലീഡർഷിപ്പിന്റെ വീട്ടിൽ ചെന്നാൽ എങ്ങനെയായിരിക്കും? അടിപൊളി. പിറ്റേ ദിവസം രാവിലെ വീണ്ടും മൈക്ക് കിട്ടുമ്പോൾ പാസ്റ്റർ പ്രസംഗമല്ല, നിങ്ങളിങ്ങനെ ഇരുന്നാൽ പോരാ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് വ്യത്യാസമുണ്ടെങ്കിൽ എന്ത് വേണം? ഉപവസിക്കണം. അതും കഴിവതും വെള്ളം പോലും കുടിക്കാതെ ഉപവസിക്കാൻ പറ്റിയ അതാണ് ശക്തി എന്ന് പറഞ്ഞാൽ ശക്തമായി ആമേൻ പ്രസംഗിച്ചിട്ട് ഈ ഷുഗറും പ്രഷറും ഡയബറ്റീസും എല്ലാ അസ്വസ്ഥതയോടും ഈ പ്രിയപ്പെട്ടവര് ഒരു കൈകൊണ്ട് പോലും ഒരു കൈയുടെ വെറുതെ പോലും സപ്പോർട്ട് ചെയ്യാതെ ഇങ്ങനെ പാലങ്ങൾ അടിച്ചമർത്തുന്ന ഒരു കാലഘട്ടം പഴയ നിയമത്തിലുമുണ്ട്, ഈ പുതിയ നിയമത്തിലുമുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യേശുക്രിസ്തു ആഗ്രഹിക്കുന്നത് പിതാവാം ദൈവം മോശയിൽ കൂടി കൊടുത്ത കൽപ്പനകൾ അത് വെറും അനുസരണമായി നിൽക്കുവാൻ മാത്രമല്ല, പിന്നെയോ അത് നീതിയായി നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ പതിയുകയും ആ നീതിബോധം നമ്മളിൽ ഉയർന്നു വരികയും അതിൽ കൂടിയുള്ള പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമെന്ന് ആരാഗ്രഹിച്ചു? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിച്ചു.
അപ്പോൾ തന്നെ ഈ ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ പഠിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ലൂക്കോസ് ശത്രു സ്നേഹത്തിന് വലിയ ഊന്നൽ കൊടുക്കുന്ന അനുഭവങ്ങളുണ്ട്. അതിന് 27, 26, 27, 28 നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിക്കില്ലേ? ലൂക്കോസ് 6:27. അത് ഈ ലൂക്കോസ് വളരെ ശക്തമായി ശത്രുക്കളെ സ്നേഹിക്കുന്നവർ അല്പം വിശദമായി തന്നെ അത് എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് ശത്രുക്കളെ സ്നേഹിക്കുന്നത്? മത്തായി 5:47 ഒറ്റ വാക്കുകൊണ്ട് അവസാനം നിങ്ങൾ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, അല്ലേ? പക്ഷേ ഈ ശത്രു സ്നേഹം എന്നുള്ളത് വളരെ വ്യക്തമായി ആഴമായി kingdom of life, life is love beyond natural human boundaries. മാനുഷികമായ അതിർവരമ്പുകളില്ലാത്ത സ്നേഹത്തിൻ്റെ ആഴമാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉടമയിൽ നിന്ന് വരേണ്ടതെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ രണ്ട് ഭാഗത്തും മത്തായിലും ലൂക്കോസിലും നമ്മൾ ഒരേ രീതിയിൽ കാണുന്ന സ്വർണ്ണ നിയമമുണ്ട്. ഗോൾഡൻ ലോ നമ്മൾ കാണുന്നു. 7:12 മാത്യു 7:12 ലൂക്കോസ് 6:31 നിങ്ങൾ വായിക്കുന്നു. മനുഷ്യൻ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നൊക്കെയും നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുകയും, ഇല്ലേ? വാക്കുകളിൽ ചെറിയ വ്യത്യാസമുണ്ട്. 6:30 വായിക്കുന്നത് മനുഷ്യൻ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ നിങ്ങൾ അവർക്ക് ചെയ്യും, ഇല്ലേ? പക്ഷേ ഈ സ്വർണ്ണ നിയമം രണ്ടിടത്തും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവൻ രണ്ടിൻ്റെ അവസാന ചിത്രം രണ്ടും അവസാനിക്കുന്ന ഒരുപോലെ തന്നെയാണ്. 7:24 മുതൽ 27 വരെയും ലൂക്കോസ് 6:47 മുതൽ 49 വരെ വായിച്ച ഈ രണ്ട് പ്രസംഗവും അവസാനിപ്പിക്കുന്നത് ഏതിലാണ്? പാറമേൽ അടിസ്ഥാനമിട്ട ഒരു ജ്ഞാനിയുടെ അനുഭവമാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്, അല്ലേ? അടിസ്ഥാനം പാറമേൽ വെച്ച മനുഷ്യനിലെ അവിടെ യേശു ഒരു വലിയ സത്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഉപദേശം കേൾക്കുന്നത് മാത്രം പോരാ, അത് അനുസരിക്കണം, അല്ലേ? അങ്ങനെ വായിക്കുന്നത്, എൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ആർക്കാണ് ഇത് കിട്ടുന്നത്? കർത്താവിൻ്റെ കൽപ്പന, കർത്താവിൻ്റെ വചനം കേൾക്കുന്നവർക്കല്ല, വചനം കേട്ട്. അപ്പൊ ഈ രണ്ട് പ്രസംഗത്തിൻ്റെ ചിന്താവിഷയം എന്നാ? കേൾക്കുക, ഉപദേശം അനുസരിക്കുക. നമുക്കറിയാം മത്തായി യേശുവിനെ ആരായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? യേശുവിനെ മത്തായിയിൽ രാജാവായി ചിത്രീകരിക്കില്ലേ? ഹിസ് പൊസിഷൻ ആസ് എ കിങ്. On Mark as a servant, അല്ലേ? മാർക്കോസിൽ ദാസനായി ചിത്രീകരിച്ചിരിക്കുന്നു. ലൂക്കോസിൽ ആൻഡ് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മനുഷ്യത്വം വെളിപ്പെടുത്തുന്നു. ജോണിൽ യേശുവിൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുന്നു. ഒന്നാം യേശുവിൻ്റെ രാജ്യത്വം, 2 യേശുവിൻ്റെ ദാസത്വം, 3 യേശുവിൻ്റെ മനുഷ്യത്വം, 4 യേശുവിൻ്റെ ദൈവത്വം. അതുകൊണ്ടാണ് യോഹന്നാനിലെ ഒരു സുവിശേഷം ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു, അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? ആദിയിൽ വചനം ഉണ്ടായിരുന്നില്ലേ? വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, സകലതും അവൻ മുഖം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ചിത്രീകരിക്കുന്നത്. ക്രിസ്തു ദൈവമാണെന്ന് ഉറക്കം. അപ്പം ആ പുസ്തകങ്ങൾ, സുവിശേഷങ്ങൾ മുഴുവൻ അതിനെ ബേസ് ചെയ്താണ് എഴുതിയിരിക്കുന്നത്. അതാണ് സുവിശേഷത്തിൽ യേശു രാജാവാണെങ്കിൽ, അപ്പോൾ അതിൽ 1 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിൽ രാജാവായ ക്രിസ്തുവിനെയാണ്, അല്ലേ? ആദ്യം തുടങ്ങുന്നത് തന്നെ യഹൂദന്മാരുടെ രാജാവായി പിറന്നവനിവിടെയില്ലേ? അവസാനിക്കുന്നത് എങ്ങനെയാ? നീ രാജാവാകുന്നുവെങ്കിൽ, ഇല്ലേ? അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ. അപ്പോൾ ആ ബേസ് മുഴുവൻ ഇതിനോടുള്ള ബന്ധത്തിലാണ്, രാജാവിനോടുള്ള ബന്ധത്തിലാണ്. അപ്പോൾ ഈ സുവിശേഷങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ
അവ എഴുതിയിരിക്കുന്നു നമുക്ക് തോന്നുന്നുവെങ്കിലും അവർക്ക് കിട്ടിയ കാഴ്ചപ്പാടിനനുസരിച്ച്, അവർക്ക് കിട്ടിയ ദർശനമനുസരിച്ച് അവൻ മത്തായി കൂടുതൽ സുവിശേഷം പറയുന്നത് യഹൂദന്മാരോടാണ്. അപ്പോൾ യഹൂദന്മാരോട് സുവിശേഷം പറയുമ്പോൾ യഹൂദന്മാർ അവരുടെ രാജാവിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന കാലഘട്ടമാണ്, ഇല്ലേ? അവരുടെ രാജാവായി മശീഹ ലോകത്തിൽ വരുമെന്നും അവരുടെ രാജ്യത്തെ സ്ഥിരപ്പെടുത്തുമെന്നും ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന ഈ റോമ ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ ലഭിക്കുമെന്നും ഒക്കെ വളരെ പ്രതീക്ഷയോടെ കാത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ നടുവിലാണ് അവരെ ബേസ് ചെയ്താണ് ഇദ്ദേഹം സുവിശേഷം എഴുതുവാനിടയാണ്. പക്ഷെ മർക്കോസിന്റെ അവസരം വരുമ്പോൾ മർക്കോസിന് ദാസനായി വേല ജീവിച്ച യേശുവിനെ നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? ലൂക്കോസിൽ അതാണ് നമ്മൾ വായിച്ചത്. യേശുവിൻ്റെ ഹ്യൂമിനിറ്റി എന്ന് പറഞ്ഞാൽ യേശുവിനുള്ള ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ദാരിദ്ര്യം, കഷ്ടപ്പാട്, വിശപ്പ്, പട്ടിണി, ദുഃഖങ്ങൾ, അല്ലേ? അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു എന്നാ പറയുക, വിധവയായ മാതാവ് ഒരു കുഞ്ഞുമായി നൈൻ എന്ന പട്ടണത്തിലേക്ക് വരുമ്പോൾ മരിച്ച കുഞ്ഞിൻ്റെ ആ ശവമഞ്ചത്തെ തൊട്ട് യേശു സൗഖ്യം കൊടുത്തില്ലേ? അപ്പോൾ എന്നിട്ട് തൻ്റെ ഏകജാതനായ മകനായിരുന്നില്ല, പക്ഷെ ആ മകനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവിടെ എഴുതി. അപ്പം യേശു ക്രിസ്തു ഒരു മനുഷ്യനായ യേശു ഈ ലോക ജീവിതത്തിലായിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ, അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവൻ നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്തിൽ. അതുകൊണ്ട് നമ്മുടെ വേദന എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവിന് അറിയില്ലേ? നമ്മുടെ മഹാപുരോഹിതൻ നിങ്ങളുടെ മഹാപുരോഹിതനെ പോലെയല്ല. ഞങ്ങളുടെ മഹാപുരോഹിതൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തൊരു മഹാപുരോഹിതനല്ല നമുക്കുള്ളത്, അല്ലേ? എന്ന് പറഞ്ഞാൽ യേശുവും മനുഷ്യത്വത്തിൽ ലോകത്തിലായിരിക്കുമ്പോൾ സകലവിധ കഷ്ടപ്പാടുകളും സകലവിധ വേദനകളും, അടിയുടെ വേദന എന്താണെന്നും ദുഃഖത്തിൻ്റെ വേദന എന്താണെന്നും വിശപ്പിൻ്റെ വേദന എന്താണെന്നും ദാഹത്തിൻ്റെ അനുഭവം എന്താണെന്നും ജീവിതത്തിൽ ഒരു പരീക്ഷണ ഘട്ടം വരുമ്പോൾ അതിൻ്റെ നടുവിൽ എങ്ങനെയാണെന്നും പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ എന്താണെന്നും ഒക്കെ നമ്മൾ വിശപ്പിൻ്റെ പല അനുഭവങ്ങളിൽ വായിക്കുന്നു. യേശുവിന് വിശന്ന് എഴുതിയില്ല, എന്നിട്ടൊരു അത്യുവിഷത്തെ നോക്കിയില്ലേ? അതുപോലെ 40 ഉപവാസ പ്രാർത്ഥന യേശുവിന് ഉപവസിക്കുന്ന ഒരു മനുഷ്യൻ്റെ വിശപ്പും അല്ലാത്ത സമയത്ത് സാധാരണ ദിവസങ്ങളിലുള്ള വിശപ്പ്, ഇതെല്ലാം ആർക്കറിയാം? യേശുവിനറിയാം. അപ്പോൾ ഉപവസിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പേരിൽ കർത്താവേ എനിക്ക് വിശക്കുന്നു എന്ന് അങ്ങോട്ട് എന്ന് പറയണ്ട. നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ വിശപ്പിൻ്റെ അനുഭവങ്ങൾ എന്താണെന്നും ദാഹത്തിൻ്റെ നമ്മുടെ എല്ലാ പങ്കപ്പാടുകളും എല്ലാ അനുഭവങ്ങളും അറിയാവുന്നത് കൊണ്ട് ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് മറുപടി കിട്ടും. പ്രൈസലോ. അതായത് വിശപ്പറിയില്ലാത്ത സ്വർണ്ണക്കരണ്ടിയുമായി ജീവിച്ചൊരു വ്യക്തിയുടെ അടുക്കൽ കടന്നു നിന്നിട്ട് എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഒരു പക്ഷേ ആട്ടി ഓടിക്കും. കാരണം ആ വ്യക്തിക്ക് വിശപ്പ് എന്താണെന്ന് അറിയില്ല. എന്നാൽ വിശപ്പറിഞ്ഞു വന്ന ഒരു സാധാരണക്കാരൻ്റെ അരികിൽ അവൻ്റെ പോക്കറ്റിൽ ആയിരക്കണക്കിന് പൗണ്ടൊന്നും ഇല്ലെങ്കിലും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ബെഡ്ഗേഴ്സ് ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് അവരുടെ മുന്നിൽ കയ്യിൽ കിട്ടുന്നവരുടെ കയ്യിൽ ഔദാര്യമായി കൊടുക്കുന്ന അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. വഴിപക്കത്തിൽ ഇരിക്കുന്നവർക്ക് അവർ കൊണ്ടുവന്ന് അവരുടെ കൈ കെട്ടിയതുകൊണ്ട് ഷെയർ ചെയ്ത് കഴിക്കുന്ന അനുഭവം. കാരണം അവർക്ക് വിശപ്പിൻ്റെ അനുഭവം എന്താണെന്ന്, വിശപ്പ് ഉണ്ടായാൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്ക് മനസ്സിലാകും. അതുകൊണ്ട് നമ്മുടെ യേശുവിൻ്റെ പ്രത്യേകത അവൻ ഉന്നതനാണെങ്കിലും ഉയർന്നവനാണെങ്കിലും ശാശ്വതവാസിയുമാണെങ്കിലും തകർന്നിരിക്കുന്നവരുടെ നടുവിൽ പ്രവർത്തിക്കുവാൻ സ്വർഗത്തിൽ ഇറങ്ങി വന്ന് മനുഷ്യനായി ലോക ജീവിതത്തിൽ 33 വർഷം ജീവിച്ച് സകലവിധ കഷ്ടപ്പാടുകളും പങ്കപ്പാടുകളും വേദനകളും ദുഃഖങ്ങളും അനുഭവിച്ചൊരു ക്രിസ്തുവാണ് നമുക്ക് മഹാപുരോഹിതനായിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വളരെ സന്തോഷം പകരുന്ന. അപ്പോൾ മാത്യുവിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് ഹിസ് പൊസിഷൻ, അവരുടെ പൊസിഷൻ ആണ് ഈസ് എ കിങ്. ആ മാർക്കിൽ നമ്മൾ വായിച്ചാൽ വാട്ട് ഡസ് ഹി ഡു, അവൻ എന്താണ് ചെയ്യുന്നത്, ക്രിസ്തു എന്താണ് ചെയ്യുന്നത്? അവൻ ഒരു ദാസനായി. ലൂക്കസ് വായിക്കുന്നത് വാട്ട് ഡസ് ഹി ഷെയർ വിത്ത് us,
അവൻ നമ്മോടുകൂടി എന്താണ് അനുഭവിക്കുന്നത്, നമ്മുടെ എന്ത് വിഷയത്തിൽ പങ്കാളിയായി മാറുവാനിടയാം. ഹ്യൂമാനിറ്റി, നമ്മുടെ ജീവിതത്തിൻ്റെ മാനുഷികമായ നിലവാരത്തിൽ കടന്നുള്ള എല്ലാ വിഷയങ്ങളെയും ഷെയർ ചെയ്യുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ജോൺ, ഹൂ ഈസ് ഹി അൾട്ടിമേറ്റ്ലി, ആത്യന്തികമായി നമ്മുടെ കർത്താവ് ആരാണ്? അവൻ ദാസനാണെങ്കിലും, അവൻ മനുഷ്യനാണെങ്കിലും, അവൻ രാജാവാണെങ്കിലും, ആത്യന്തികമായി അവൻ ദൈവമാണ്. ഇങ്ങനെ നാലും കൂടി ഒരുമിച്ച് ചേർന്നിരുന്ന ഭാഗം. And all of four patriarchs point to the same Jesus Christ, not for different Jesus. ഇത് നാല് തരത്തിൽ എഴുതിയിരിക്കുന്നെങ്കിലും വ്യത്യസ്തമായ യേശുവിനെ അല്ല അവിടെ പരിചയപ്പെടുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ രാജത്വമാണ് എഴുതിയിരിക്കുന്നത് കൊണ്ട് ലൂക്കോസ് എഴുതി തെറ്റാണോ? ലൂക്കോസ് ദാസത്വം എഴുതിയത് കൊണ്ട് മാർക്ക് ദാസത്വം എഴുതിയത് കൊണ്ട് ലൂക്കോസ് എഴുതിയ മനുഷ്യത്വം തെറ്റായി പോകുമോ? ഇതെല്ലാം കൂടെ ചേരുന്നതാണ് സുവിശേഷം. അതുകൊണ്ടാണ് ആ ഭേദഭാഗങ്ങളൊന്നും മാറ്റിക്കളയാതെ വേണം 4 സുവിശേഷങ്ങളും നമുക്ക് ഒഴുകി. ഞാൻ പഠിപ്പിക്കുക ഇത് പറയുവാൻ കാരണമെന്ന് പറഞ്ഞത് മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും വ്യത്യസ്തമായ ചില ചിന്തകൾ നമ്മൾ കാണുന്നു. എന്തുകൊണ്ട് വ്യത്യസ്തമായി പഠിപ്പിക്കുന്നത് വരുന്നു എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവർക്ക് കിട്ടിയ കാഴ്ചപ്പാട്, അവർക്ക് കിട്ടിയ ദർശനം, അവർക്ക് എഴുത്തുകളിൽ കൂടി മറ്റുള്ളവരോട് പ്രബോധിപ്പിക്കുവാൻ. യൂദയുടെ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നല്ലോ, ഞാൻ നിങ്ങൾക്ക് എഴുതുവാൻ ഞാൻ ആഗ്രഹിച്ച ചിലതാണ്, എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ആ ചിന്ത മാറ്റിയിട്ട് ഇതെഴുതുവാനായി എനിക്ക് ആ വാക്യം എഴുത്തവരോട് വായിച്ച് അതിന് മൂന്നാമത്തെ വാക്യമാണ്. പ്രിയരെ, പൊതുവെ നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് യൂദ പേന എടുത്തത് എഴുതാൻ എന്തിനെ കുറിച്ചാണ്? പൊതുവിലുള്ള രക്ഷയെക്കുറിച്ചൊരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു ക്ലാസ് കൊടുക്കണമെന്ന്, ജനത്തെ ഒന്ന് തൻ്റെ എഴുത്തുകളിൽ കൂടി ഒന്ന് പ്രബോധിപ്പിക്കണമെന്ന് യൂദയെ ആഗ്രഹിച്ചു. പക്ഷേ ദൈവാത്മ ചിന്ത മാറ്റിയിട്ട് യൂദയോട് പറഞ്ഞു, നീ എഴുതേണ്ടത് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ചല്ല. പിന്നെ ആ വാക്യം ഒന്നുകൂടി വായിച്ചേ. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് സകല പ്രയത്നം ഞാൻ അതിനുവേണ്ടി വളരെ ആഗ്രഹിച്ച് തയ്യാറെടുത്ത് അതിലെല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് ഞാൻ ചെയ്യുമോ അതിൻ്റെ ക്രമീകരണത്തിന് വേണ്ടി ഞാൻ എഴുതാനിരിക്കുമ്പോൾ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി വരവേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന്. അപ്പൊ ദൈവാത്മാവ് തന്റെ തൂലിക മാറ്റുവാനിടയായി ചലിപ്പിച്ചുകൊണ്ടിരുന്ന മണ്ഡലങ്ങളുടെ നടുവിൽ കൊണ്ട് ഡൈവേർട്ടിച്ചുവാനിടയായി. അപ്പോ മത്തായിക്ക് കിട്ടിയ ദർശനമല്ല മർക്കോസിന് കിട്ടിയത്, മർക്കോസിന് കിട്ടിയ ദർശനമല്ല ലൂക്കോസിന് കിട്ടിയത്, ലൂക്കോസിന് കിട്ടിയ ദർശനമല്ല യോഹന്നാന് കിട്ടിയ എന്ന് പറഞ്ഞാൽ ഈ ദർശനം നാല് രീതിയിൽ 4 യേശുവിനെ പറ്റിയുള്ള പഠിപ്പിക്കലല്ല. ഇത് 4 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ യേശു എന്തായിരുന്നുവോ ഇന്നും എന്തായിരിക്കുന്നുവോ, കഴിഞ്ഞ കാലങ്ങളിൽ യേശു എന്തായിരുന്നു, ഉൽപ്പത്തി മുതൽ യേശു എന്തായിരുന്നു, അതിൻ്റെ ആഴമേറിയ അനുഭവങ്ങൾ വളരെ വ്യക്തമായി ദൈവാത്മാവ് അവിടെ നമ്മളെ പഠിപ്പിക്കും. അല്ലേ? ലൂക്ക് chapter 6 verse 24. നമ്മൾ വായിച്ചതല്ല, നേരത്തെ വായിച്ചതല്ല. പക്ഷെ മത്തിയിൽ എഴുതിയിരിക്കുന്നത് പൂർ ഇൻ സ്പിരിറ്റ്, ഇല്ലേ? ആത്മാവിൽ. So Matthew emphasizes the spiritual condition of humility and dependence upon God. മത്തായി ഞാൻ ആദ്യം പറഞ്ഞത് ആരോടാ സൂചന പറയുന്നത്? യഹൂദന്മാരോ? മത്തായിയുടെ ലേഖനത്തിൽ ആരോടാ? രാജാവായി പറഞ്ഞ യേശു, ഇല്ലേ? അപ്പൊ ഗിരിപ്രഭാഷണം അവിടെ വന്ന പുരുഷോരത്തോടാണെങ്കിലും മത്തായിയുടെ സുവിശേഷം എഴുതിയിരിക്കും. മത്തായി ആ പുസ്തകം ഫോക്കസ് ചെയ്തിരിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? യഹൂദന്മാർക്ക് വേണ്ടി, അല്ലേ? അപ്പൊ യഹൂദന്മാർ അന്നത്തെ പശ്ചാത്തലം എന്താ? അവർ ആത്മാവിൽ തരുക, അവർ ഒത്തിരി സമ്പന്നരല്ലേ? യഹൂദന്മാർക്ക് എല്ലാം ഉണ്ടില്ലേ? പക്ഷെ അവർ അകത്തളങ്ങളിൽ എത്തില്ല,
പക്ഷെ ലൂക്കോസ് വന്നപ്പോൾ അങ്ങനെയല്ല. ലൂക്കോസ് വന്നപ്പോൾ ആത്മീക ദാരിദ്ര്യമല്ല പറയുന്നു. കാര്യം ലൂക്കോസ് ആരോടാണ് സംസാരിക്കുന്നത്? ലൂക്കോസിന്റെ സുവിശേഷം ആരോടാണ്? സാധാരണ മനുഷ്യരായ നമ്മോടൊക്കെയുള്ള അവർക്ക് വ്യത്യാസം മനസ്സിലാകുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ സാഹചര്യങ്ങൾ അല്ലേ. വ്യത്യാസങ്ങളൊന്നുമില്ലല്ലേ. ഇത് രണ്ടും ഒന്നാണ്. അപ്പൊ ആ ഒരു ഡൗട്ട് മാറിയെന്ന് വിശ്വസിക്കുന്നല്ലേ. അപ്പോൾ ഇത് രണ്ടും ഈ രണ്ട് ഭേദഭാവങ്ങൾ വ്യത്യസ്ത മണ്ഡലങ്ങളാണെന്നും ഒന്ന് മലമുകളിൽ ഇരുന്നാണെന്നും ഒന്ന് മല അടിവാരത്തിൽ അറിയുന്നതാണെന്നും ഒക്കെ വായിക്കുന്നുണ്ടെങ്കിലും ഒരുപക്ഷെങ്കിൽ രണ്ട് പ്രസംഗമാകാം. പക്ഷെ എന്നിരുന്നാലും യേശുവിൻ്റെ തോട്ട്സ് ഒന്നും തന്നെയാണ് അല്ലേ. യേശുവിൻ്റെ പഠിപ്പീരൊന്നും തന്നെ. അതിനുള്ളിൽ വ്യത്യസ്തമായ ഒരു അനുഭവങ്ങളുമില്ല. അല്പം വിശദമായി തന്നെ മത്തായി എഴുതിയിരിക്കുന്നു. പക്ഷേ ലൂക്കോസ് അതിൻ്റെ കമ്പിവാചകത്തിൽ ചിന്താപേക്ഷിതമായ വിഷയങ്ങൾ മാത്രം അവിടെ വെളിപ്പെടുത്തിയിരുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. Matthew chapter 5 verse 13 to 16. The mission of kingdom people. Believers are called to be salt of the earth and light of the world. ഈ നമ്മൾ ഒരു ദൈവത്തിൻ്റെ പൈതൽ ആരാണ്? ദൈവരാജ്യ ജനങ്ങളുടെ ദൗത്യം എന്താണെന്ന് നമ്മൾ കാണുന്നില്ലേ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ. അതിൽ ഓരോ വാക്യങ്ങളും നമ്മൾ ഇന്ന് ചിന്തിക്കുമേ. സമയമനുസരിച്ച് മുൻപോട്ടുള്ള ഒരു ദിവസങ്ങളിൽ വളരെ ആഴമേറിയ ക്ലാസ്സുകൾ അടുത്ത ദിവസങ്ങൾ നമുക്ക് ഉപയോഗിക്കും. അതിൽ ദൈവരാജ്യത്തിലെ മനുഷ്യൻ്റെ സ്വഭാവം വ്യക്തിപരമായ വിശുദ്ധിയിൽ മാത്രം അവസാനിക്കുന്നതല്ല. അവർ ലോകത്തിൽ സ്വാധീനം ചെലുത്തേണ്ടവരാണ്. ഉപ്പിൻ്റെ കളർ എങ്ങനെയാണ്? വൈറ്റില്ലേ? വിശുദ്ധന്മാരുടെ ഡ്രസ് കോഡല്ല. അതൊരു അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാനാണ് അല്ലേ. വൈറ്റ് ഇടാത്തവർക്ക് വലിയ സന്തോഷമാണ്. പക്ഷേ യേശു അതിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഉപ്പ് കാരമില്ലാതെ പോലെ എന്ന് പറഞ്ഞാൽ അതിന്റെ കളർ എന്തായിരിക്കും? കാരമില്ലാത്ത ഉപ്പിന്റെ കളർ എന്നാ? വൈറ്റില്ലേ. പക്ഷെങ്കിൽ അകത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ള ഷർട്ട് ഇട്ടത് കൊണ്ട് കാര്യമില്ല. വീഡിയോ അകത്തെന്ത് ചെയ്യണം? നമുക്ക് സ്വാധീനം ചെലുത്തുവാൻ കഴിവുണ്ടായിരിക്കണം. ഉപ്പൊരു സ്ഥലത്ത് ചെന്നാൽ കാരമുള്ള ഉപ്പാണെങ്കിൽ അതിന്റെ സ്വാധീനം ആ കറിക്കുള്ളിൽ വെളിപ്പെടും. ശരിയാണോ? കാരമില്ലാത്ത ഉപ്പാണെങ്കിൽ ഈ വ്യക്തി അതിനുള്ളിൽ ചെന്നതായിട്ട് പോലും ഇന്നലെ അല്പം മോരുകൊണ്ടും പോയിട്ട് വന്നിട്ട് അതിനകത്ത് അല്പം ഉപ്പ് കൂടിയപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചു, ഇത്ര ഉപ്പ് എന്തിനാ ഇട്ടത്? കാരണം എന്നാ? അതിന്റെ സ്വാധീനത കൂടിപ്പോയി. ഏതിന്റെ? ഉപ്പിന്റെ സ്വാധീനത. പക്ഷെ നല്ല ഒരു കുക്കിനെ സംബന്ധിച്ച് നോക്കിയാൽ ഈ സ്പൂൺ കൊണ്ടൊന്നും കോരിയിടണ്ട. ഞാനൊക്കെ കറി വെക്കുമ്പോഴേക്ക് ഒരു പിടി എടുത്ത് ആ കറിക്കകത്തോട്ട് ഇട്ടാൽ അതിന്റെ സ്മെല്ലടിച്ചിട്ട് ഞാൻ പറയുന്നത് കറക്റ്റ് ഉപ്പാണെന്ന് പറയില്ല. എന്ന് പറഞ്ഞാൽ ഞാനൊരു ഇത് കുക്കാണെന്നൊന്നുമല്ല, നമ്മളങ്ങനെ ശീലിച്ചു പോയി. പ്രൈസറോ നേരെ മറിച്ച് പ്രൈസറോ അല്ലെങ്കിൽ ചിലർ അളന്ന് തിട്ടപ്പെടുത്തി എന്ത് ചെയ്യും? വിറച്ചോണ്ട് ഇങ്ങനെ 1 കിലോ ചിക്കന് 1 സ്പൂൺ ഇല്ലേ എന്തൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇടും. എന്നാലും എന്ത് സംഭവിക്കും? കൂടി പോയില്ലേ. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഇൻഫ്ലുവൻസ് എവിടെയുണ്ട്? കറിക്കുള്ളിലുണ്ട് അല്ലേ? അല്ലേ? ഉണ്ടോ? അപ്പൊ നമ്മൾ ആരാണെന്ന് പറഞ്ഞത്? ഉപ്പ്. അപ്പൊ നമ്മുടെ ഒരു ഇൻഫ്ലുവൻസ് എവിടെ ഉണ്ടാകണം? നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് ചിലര് ഉപ്പിട്ട് ആ ശക്തിയെ കൂട്ടിട്ട് ഏറ്റവും കൂടുതൽ അടിപിടിയിലേ അവസാനിക്കുന്നുള്ളൂ. എന്താ? ഈ വ്യക്തി ഇതിനുള്ളിൽ ഉണ്ടെന്ന് അറിയണം. അതിന്റെ പവറും കൂടി ഏറ്റവും കൂടിയത് നാക്കെ വെക്കാൻ കൊള്ളാത്ത വിധത്തിലാണ്. അതാണ് ഇൻഫ്ലുവൻസ് കൂടുന്നത് ഇല്ലേ? കുറഞ്ഞാലോ
കുറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, കഴിച്ചു പോയല്ലേ ഇല്ലേ? അപ്പൊ ഈ അധികം സംസാരിക്കുന്നതിനെക്കാട്ട് നല്ലത് മിണ്ടാതിരുന്നാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അതെങ്ങനെയും കഴിച്ചു പോകാം അല്ലേ? അപ്പൊ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒന്നും മിണ്ടാതിരിക്കാനും ഒത്തിരി മിണ്ടാനുമല്ല. നമുക്ക് സഭയിലൊരു റോളുണ്ട്. പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയാൽ നമ്മൾ പ്രാർത്ഥിക്കും. മിണ്ടാതിരിക്കരുത്. മിണ്ടാതിരിക്കുന്ന ആരാ? കാരമില്ലാത്ത ഉപ്പം. അപ്പൊ നമുക്കൊരു സ്വാധീനത നമ്മൾ ചെയ്യുന്ന ഔദ്യോഗിക മണ്ഡലത്തിലുണ്ട്, നമുക്ക് സഭയിലുണ്ട്, നമ്മൾ യാത്ര ചെയ്യുന്ന മണ്ഡലങ്ങളിലുണ്ട്. നമ്മൾ ഉപ്പാണെങ്കിൽ, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാണെന്ന് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉപ്പിന്റെ സ്വാധീനത എല്ലാ മണ്ഡലങ്ങളും വെളിപ്പെടണം. നമുക്ക് നമുക്ക് കൂടുതൽ വെളിപ്പെടേണ്ട, കൂടുതൽ സ്വാധീനത വെളിപ്പെടേണ്ട വിധമായ നിലവാരം